ഇവിടെ ഞാനെന്താ പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഹെയർ കെയർ ജേണിനെ പറ്റിയിട്ടാണ്. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഹെയർ കെയർ ഒന്നും ഞാൻ ഭയങ്കര ലേസി പേഴ്സണാണ്. ഞാൻ അങ്ങനെ ഇത്ര ഡേ വിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ലേസി പേഴ്സൺസിന് വേണ്ടിയിട്ട് റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര വൈറലായിരുന്നല്ലോ. അപ്പം ജസ്റ്റ് ഹെയറിൽ അടിച്ചാൽ മതി, ഭയങ്കര ഹെയർ ഗ്രോത്ത് ആണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് റോസ്മേരി ഭയങ്കര ഹൈപ്പുള്ള സമയത്ത് ഞാൻ റോസ്മേരി ആബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരിയാണ് ഞാൻ മേടിച്ച് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ തനിക്കേടൊന്നുമില്ല, ഇച്ചിരി ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നു. അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടിക്കൊണ്ടാണ് ഇരുന്നത്. സോ ഞാനത് കണ്ടിന്യൂ ചെയ്തു. ഒരു ബോട്ടിൽ പാതി ഞാൻ യൂസ് ചെയ്തു. എനിക്കങ്ങനെ എക്സ്ട്രാ ഗ്രോത്ത് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, പക്ഷേ ഹെയർ ഫോൾ സ്റ്റോപ്പായി. ഒരു 1-2 മുടിയൊക്കെ തൊഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിതൊരു 2-3 ദിവസത്തേക്ക് ഞാൻ യൂസ് ചെയ്തില്ല, യൂസ് ചെയ്യാൻ പറ്റിയില്ല, നിർത്തേണ്ടി വന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഫുള്ള് മുടിയും തൊഴിഞ്ഞു വന്നു. എൻ്റെ ഈ മുടി എൻ്റെ ഡബിൾ ഉണ്ടായിരുന്നു, അത് പാതി എനിക്ക് തൊഴിഞ്ഞു പോയി ഈ റോസ്മേരി യൂസ് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ ആപ്സിന് മെയിൽ അയച്ചു, ഇതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ കാണിച്ചു. ഞാൻ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം വീഡിയോയോടെ. എൻ്റെ ഹെയർ തൊഴിയുന്നത് ഇതൊക്കെ കാണിച്ചു, ബില്ലൊക്കെ അയച്ചു കൊടുത്തു. എനിക്ക് റീഫണ്ടാണ് ചെയ്തത്, പക്ഷെ എൻ്റെ മുടി പാതി പോയി. അതെനിക്ക് ഇപ്പോഴും തിരിച്ച് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ റോസ്മേരി യൂസ് ചെയ്യുന്നവർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് അത് കാണിച്ചു തുടങ്ങും. അപ്പം നല്ലൊരു മുടി ഉള്ളതാണെങ്കിൽ വെറുതെ എന്നെ പോലെ അത്യാഗ്രഹം കാരണം റോസ്മേരി ഒന്നും മേടിച്ച് ഉപയോഗിക്കരുത്. ഈ മുടി തൊഴിയുന്ന ആ ഒരു ഇതിലാണ് ഞാൻ ഒരു ആപ്സിൻ്റെ തന്നെ ഒരു ഓയിൽ മേടിച്ചിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. അത് ഞാൻ 2 ദിവസം യൂസ് ചെയ്യണം. എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല, അത് അങ്ങനെ ഇപ്പോഴും ഇരിപ്പുണ്ട് ആ ബോട്ടിൽ. പിന്നെ ഞാൻ എന്താ വീട്ടിൽ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്ത് എൻ്റെ അമ്മ, അത് ഒരു സീക്രട്ട് ഓയിലാണ്. അപ്പം അത് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തപ്പോഴാണ് എൻ്റെ മുടി തൊഴിച്ചിൽ നിന്നത്. അത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഞാൻ മൊട്ടത്തലേന് അങ്ങനെ മുടി തൊഴിഞ്ഞോണ്ടിരുന്നു വെച്ചാൽ. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഇങ്ങനത്തെ സാധനം മുടിയിൽ ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് ഞാൻ ഇനി ചെയ്യാനേ പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. കാരണം എൻ്റെ മുടി തൊഴിച്ചിൽ അത്രയ്ക്കാണ് ഭയങ്കര ഒരുമാതിരി ഡിപ്രഷൻ പോലെ നല്ലോണം പേടിച്ചു. ഇനി എൻ്റെ മുടി മൊത്തം പോകുമോ, നല്ല രീതിക്ക് പേടിയുണ്ടായിരുന്നു. സോ ഇനി എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു സാധനവും മുടി തേക്കത്തില്ല. നിങ്ങളും ഉപയോഗിക്കുമ്പോൾ നല്ലോണം ഹോണസ്റ്റ് റിവ്യൂ കണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും ഒക്കെ നോക്കി വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇനി ഇതുപോലത്തെ ഹോണസ്റ്റ് റിവ്യൂസ്, ഹോം റെമഡീസ്, ടിപ്സ്, ഇപ്പം എൻ്റെ മുടി ഇങ്ങനെ ആയതിൻ്റെ കാരണം എല്ലാം അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്